الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമ റഹീമായ അല്ലാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ റഹ്മാനെ. ഈമാനോട് ജീവിപ്പിച്ച് ഈമാനോട് നീ മരിപ്പിക്കണേ അല്ലാഹ്. മിനിങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നെഞ്ഞ് കീറിയപ്പോൾ ഹലീമ ഉമ്മക്കും പേടിയായി. ഹലീമ ഉമ്മയുടെ ഭർത്താവു ഹാരിസ് റളിയല്ലാഹുവിനും പേടിയായി. ഇതെന്ത് വിഷയം? സാധാരണ ചെറിയ കിടാവിന് രണ്ടാൾ വന്നിട്ട് നെഞ്ഞ് കീറുന്നില്ലെങ്കിൽ അത് പേടിക്കപ്പെടുന്ന വിഷയം. അപ്പോൾ ഇനി ഈ കിടാവിനെ ഞങ്ങൾ ഒട്ടിയാക്കിയെങ്കിലാവല, കിടാവിന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഞങ്ങൾ എന്ത് ഉത്തരം കൊടുക്കും? കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുലകുടി ആ സ്റ്റോപ്പായ സമയത്ത് ഹലീമ ബീബി എന്താക്കിനി, ആമിന ഉമ്മനടുത്തെ കൊണ്ടുപോയി കിടാവിനെ. ഇടയ്ക്കിടെ കൊണ്ടുപോകും. ആ കൊണ്ടുപോയപ്പോൾ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹാ അതിനോട് ഇരിക്കട്ടും പറഞ്ഞു, എൻ്റെ അടുത്ത് നിന്ന് കിടാവ് ഇരിക്കട്ടും. ഇപ്പം ഹലീമ ബീബി പറഞ്ഞില്ല, ഞാൻ വിളിച്ചോണ്ട് പോന്നെ, എനിക്ക് കിടാവിനെ വിട്ടിട്ട് നിൽക്കാൻ കഴിയില്ല, ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നു ചെന്നിട്ട് എന്താക്കിനി ഹലീമ ബീബി പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്, നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്നത്. ഞാൻ കൊണ്ടുപോകുന്ന എനിക്ക് വേണം ചൊല്ലിട്ട്. അങ്ങനെ കൊണ്ടുപോയിട്ട് ഹബീബായ മുത്തുനബിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നപ്പോൾ ഹലീമ ബീവിക്കും പേടിയായി, ഭർത്താവിനും പേടിയായി. ഹലീമ ബീവിയുടെ എന്തെങ്കിലും ഇവിടെ താമസിപ്പിച്ചിട്ട് ബുദ്ധിമുട്ടായെങ്കിൽ ഞങ്ങൾക്ക് മറുപടി കൊടുക്കണ്ടേ. അങ്ങനെ രണ്ടാളും തീരുമാനിച്ച് നമുക്ക് എന്താക്കാം, ഉമ്മാൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ട് വിടാം. അങ്ങനെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിക്കൊണ്ടു ഹലീമ ബീബി റളിയല്ലാഹു തആല അൻഹ മക്കയിലെത്തി ആമിന ബീബിയുടെ അടുത്തേക്ക് പോയപ്പോൾ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ കേട്ട്, മാ അഖ്ദമക യാ ളിർ, മുല കൊടുക്കുന്ന പെണ്ണെ, മുല കൊടുക്കുന്ന പെണ്ണെ. ഹലീമ ബീബിയോട് വിളിച്ചത്, എന്ത് ഇത്ര സ്പീഡിൽ തിരിച്ചു വന്ന് എന്തേ കേട്ട്, എന്ത് നിങ്ങൾ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയേ, ഇപ്പൊ ഇത്രയും സ്പീഡിൽ വാപ്പാസ് ഇവിടെ വരവുള്ള കാരണം എന്താണ്? അപ്പോൾ ഹലീമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇനി എനിക്ക് ഇഷ്ടമില്ലാത്തൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും കിടാവിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അത് പേടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു കൊണ്ടത്. കാര്യം പറഞ്ഞില്ല, വിഷയമൊന്നും അപ്പം പറഞ്ഞു കൊടുത്തില്ല. കിടാവിന് എന്തെങ്കിലും അവിടുത്തെ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ പേടിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ കേട്ട്, അതെന്താണ്, എന്ത് പ്രശ്നം, എന്ത്? ഫഅസ്ദിഖീനി, സത്യം പറയണ, എന്താണ് വിഷയം, എന്തെങ്കിലും നടന്നിന? അങ്ങനെ പേടിക്കപ്പെടുന്ന തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും കാര്യം അവിടെ നടന്നിന എന്ന് ചോദിച്ചപ്പോൾ ഹലീമ ബീബി റളിയല്ലാഹു തആല അൻഹ സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. എൻ്റെ മോൻ ലംറത്തും ഹബീബായ മുത്തുനബിയും കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടാൾ വന്നതും ആ നെഞ്ഞു കീറിയ എല്ലാ വിഷയങ്ങളും ഹലീമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തപ്പോൾ ആമിന ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട വിഷയമില്ല. ഒരിക്കലും ശൈത്താനിക്ക് ഹബീബായ മുത്തുനബിയെ കീഴ്പ്പെടുത്താൻ, എന്തെങ്കിലും വസ്വാസിയാക്കാൻ, എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് ആമിന ഉമ്മ പറഞ്ഞു കൊടുത്തു. കല്ലാ വല്ലാഹി മാ ലിശ്ശൈത്വാനി അലൈഹി സബീൻ വ ഇന്ന ലഹു ലശഅനൻ. കല്ലാ, നീ വിചാരിച്ച പോലൊന്നും അല്ല, ആർക്കും ശൈത്താനിക്ക്, ആർക്കും ജിന്നുകൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടാക്കാൻ സാധ്യമല്ല. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ ലിശ്ശൈത്വാനി അലൈഹി സബീൻ, ഒരിക്കലും ശൈത്താനിക്ക് അല്ലാഹുവിൻ്റെ റസൂലിന്റെ മേൽ അധികാരം നടത്താൻ, ഉപദ്രവിക്കാൻ ചാൻസേ ഇല്ല. വ ഇന്ന ലഹു ലശഅനൻ, ഈ കിടാവിനിക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്. സാധാരണ കുട്ടികളെ പോലെയല്ല. ഹലീമ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ വിവരിച്ചു കൊടുക്കുന്നു, ഇത് ആമിന ഉമ്മർ റളിയല്ലാഹു തആല വിവരിച്ചു കൊടുക്കുന്നു. എന്താണ് ഹലീമ, ഞാൻ ഈ കിടാവിന് ഗർഭം ചുമന്നപ്പോൾ, ഞാൻ ഈ കിടാവിനെ വയറ്റിൽ ഗർഭം ചുമന്നപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ
ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അത്ഭുതമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗർഭം ചുമന്നപ്പോൾ എന്നൊരു പ്രകാശം പുറത്തു വന്നു. ഒരു പ്രകാശം പുറപ്പെട്ടു. ആ പ്രകാശത്തിൽ ബസറയിലെ കൊട്ടാരങ്ങൾ ഞാൻ കണ്ടു. അതാണ് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഖറജ മിൻഹാ നൂറുൻ. ആമിന ഉമ്മയുടെ പ്രകാശം പുറത്തു വന്നു. റഅത് മിൻഹു, ആ പ്രകാശത്തിട്ട് ആമിന ഉമ്മ കണ്ടു ഖുസൂറ ബുസ്റ മിൻ അർളി ഷാം, ഷാം നാട്ടിലുള്ള ബസറയിലെ ആ കൊട്ടാരങ്ങൾ, അവിടെയുള്ള രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ അവർ എന്താക്കി കണ്ടു എന്നുണ്ട്. അത് പറഞ്ഞു കൊടുത്തു. അതേപോലെ ഹവ്വ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു, ആമിന ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ റസൂലുള്ളാഹിനെ ഗർഭം ചുമന്നപ്പോൾ ഹുമില ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിനെ ഗർഭം ചുമന്നപ്പോൾ എൻ്റെ നാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും എൻ്റെ അടുത്ത് വന്നു. ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മൃഗങ്ങളും എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, റബ്ബിൽ കഅബ, കഅബയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, വഹുവ ഇമാമു ദുനിയ വസിറാജു അഹ്ലിഹാ. ഈ കിടാവ് ആരാണ്? ഈ ദുനിയാവിൻ്റെ എല്ലാവരുടെയും ഇമാമാണ്. ഈ ദുനിയാവിലെ എല്ലാ ആളുമാറും ഹബീബായ മുത്തുനബിയാകുന്ന വയറ്റിലുള്ള കുഞ്ഞിനുണ്ടാക്കും, തുടരും, ഇമാമാക്കും. അത് മാത്രമല്ല സിറാജു അഹ്ലിഹാ, ഈ സമുദായത്തിൻ്റെ, ഈ ദുനിയാവിൻ്റെ എല്ലാ ആളുടെയും പ്രകാശമാണ് എന്ന് എന്നോട് എല്ലാ മൃഗങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് ഹവ്വ ആമിന ഉമ്മ റസൂലുള്ളാഹിനെ കൊണ്ട് പറഞ്ഞു കൊടുത്തു. അതേപോലെ വഇന്നകി ഖദ് ഹമൽതി ബിസയ്യിദി ഹാദിഹിൽ ഉമ്മ ഫഇദാ വഖഅൽ അർളി ഫഖൂലി ഉഈദുഹു ബിൽ വാഹിദി മിൻ ശർരി കുല്ലി ഹാസിദിൻ സുമ്മ സമ്മീഹി മുഹമ്മദ. ബഹുമാനപ്പെട്ട ആമിന ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ഗർഭം ചുമന്നപ്പോൾ അതാ ഒരാൾ വന്നിട്ട് എന്നോട് പറയുന്നു, ഇന്നക്കി ഖദ് ഹമൽതി ബിസയ്യിദി ആദിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ, ഈ ഉമ്മത്തിന്റെ നേതാവിനെയാണ് നിങ്ങൾ ഗർഭം ചുമന്നത്. ഫൈദാ വഖഅൽ അർളി, ആ കിടാവിനെ പ്രസവിച്ചാൽ, ആ കിടാവ് ഭൂമിയിൽ വന്നാൽ, ഫഖൂലി, ആമിന ഉമ്മയോട് പറയണം, ഉഈദുഹു ബിൽ വാഹിദി മിൻ ശർരി കുല്ലി ഹാസിദിൻ, എല്ലാ ഹസദ് വെക്കുന്ന അസദ്കാരുടെ ഷർന്നിട്ട് ഈ കിടാവിനെ കാക്കണേ അല്ലാഹ് എന്ന് എന്താക്കണം, ദ്വാരക്കണം എപ്പോ പ്രസവിച്ചപ്പന്നെ. അതേപോലെ സുമ്മ സമ്മീഹി മുഹമ്മദ, പ്രസവിച്ചാൽ മുഹമ്മദ് എന്ന് പേരിടണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങളുള്ള കിടാവാണ്, അതുകൊണ്ട് പേടിക്കേണ്ട വിഷയം ഒന്നുമില്ല. ഏതായാലും തിരിച്ചു കൊണ്ടുവന്നല്ലോ, നിന്ന് സമാധാനത്തോട് ഏൽപ്പിച്ചിട്ട് സമാധാനത്തോട് തിരിച്ചു പോകും, ഒന്നും ബേജാറാവണ്ട. എൻ്റെ കിടാവിൻ്റെ വിഷയത്തിൽ ഒരു ടെൻഷനും അടിക്കണം, ഒന്നും സംഭവിക്കൂല. അതുകൊണ്ട് സന്തോഷത്തോടെ ഏൽപ്പിച്ചിട്ട് സമാധാനത്തോട് തിരിച്ചു പോവുക എന്ന് ആമിന ഉമ്മ ഹലീമ ബീബിയോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഒരുപാട് അത്ഭുതങ്ങളും അങ്ങനെ പിന്നീട് പറയുന്നു ചരിത്രങ്ങൾ. കാലങ്ങൾ കഴിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുതായില്ലേ, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോറ്റുമ്മ വന്നു. പോറ്റുമ്മ ആരാണ്? ഹലീമ ഉമ്മ. വേറെ ഉമ്മ ഉണ്ട്, ഈ ഉമ്മ വന്നു. ആ ഉമ്മ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ആ ഉമ്മ വന്നപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കി? ബഹുമാനിച്ചു, ആദരിച്ചു. അതേപോലെ തന്നെ ഖദീജ ബീവിയുടെ സമ്മതപ്രകാരം 40 ആട് കാണെങ്കിൽ, ആ ബനൂസദ് അന്ന് ഭയങ്കര ബറകാനുള്ള കാലം, എന്നും തിന്നുകൊണ്ടില്ല, ഭാര്യ ഫക്കീറന്മാർ, മിസ്കീന്മാർ, ദരിദ്രന്മാർ ജീവിക്കുന്ന നാടാണ്. അങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആദരിച്ചു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി ചർച്ച നടത്തിയിട്ട് 30 ആടും പോകുള്ള യാത്ര ചെയ്യാനുള്ള ഒട്ടകങ്ങളും അതേപോലെ ഒരുപാട് സമ്പത്തുകളും ഹദിയയായിട്ട് കൊടുത്തു എന്ന് നമുക്ക് ചരിത്രം കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഹബീബായ മുത്തുനബിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഹലീമ ബീവി റളിയല്ലാഹു തആല കാണാൻ വേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി വിരുത്തി കൊടുത്ത് ഒരു തട്ടം വിരുത്തിയിട്ട് അവിടുന്ന് ബഹുമാനിച്ചിട്ട് ഇരുത്തിയെന്നും കാണുന്നു. അപ്പൊ ആ നിലക്ക് പോറ്റുമ്മ എന്താക്കിയിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹലീമ ഉമ്മ ആമിന ബീവിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. വയസ്സെത്ര? 4 വയസ്സാണ് എന്നും 5 വയസ്സാണെന്നും അഭിപ്രായമുണ്ട്.
അങ്ങനെ 6 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഉമ്മയാകുന്ന ആമിന ബീവിയോടൊപ്പം മക്കയിൽ താമസിച്ചു. 6-ാമത്തെ വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കാരണം റസൂലുള്ളാഹിൻ്റെ വാപ്പയുടെ റസൂലുള്ളാഹിൻ്റെ ആ കുടുംബക്കാരെല്ലാം മദീനത്തുണ്ട്. അവരൊന്ന് കാണാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ കിടാവാണ്. അങ്ങനെ 6 വയസ്സുള്ള കിടാവിനെ കൂട്ടിക്കൊണ്ടു ബഹുമാനപ്പെട്ട ആമിന ഉമ്മ റളിയല്ലാഹു തആല അൻഹ മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ യതീമായ കിടാവാണ്. അപ്പോൾ ആ കുടുംബക്കാരെ ഒന്ന് കാണാൻ വേണ്ടി മദീനയിലേക്ക് പോയി. അങ്ങനെ കൂടെ ആരുണ്ട്? ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന സ്ത്രീയുമുണ്ട്, റസൂലുള്ളാഹിയുടെ കുടുംബക്കാർത്തിയാണ്. ആ ഉമ്മു ഐമൻ എന്ന് പറയുന്ന ആ സഹോദരിയുമുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിക്കൊണ്ട് ആമിന ഉമ്മ മദീനയിലേക്ക് പോവുകയാണ്. അങ്ങനെ മദീനയിൽ ബനൂ നജ്ജാർ എന്ന ആ ഗോത്രക്കാരുടെ അടുത്താണ് യാത്ര പോയത്. അങ്ങനെ അവരെ കൂടെ ഒരു തിങ്ങളോട് ഉണ്ടാക്കിയിട്ട് അല്ലാഹുവിൻ്റെ റസൂലും ആമിന ഉമ്മ അവിടെ ഉണ്ടാക്കി രക്ഷിച്ചു. അങ്ങനെ ഒരു നാൾ അള്ളാഹുവിൻ്റെ റസൂല് ആ മദീനത്ത് ഇരിക്കുമ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവിടെ ഒരു പ്രത്യേകമായ ഒരു വിഷയം നടക്കും. ഇൻഷാ അല്ലാഹ് അത് എന്തെങ്കിലും ഒരു നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂലാക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബിൻ്റെ മദ്ഹുകൾ, അവിടുത്തെ ബഹുമാനങ്ങൾ പറഞ്ഞ മജ്‌ലിസാണ് അല്ലാഹ്. ഇത് കാരണം ഞങ്ങളുടെ ദോഷങ്ങളെ നീ പൊറുത്തു താ റഹ്മാനെ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു കൂട്ടിയ പാവങ്ങളെ ഞങ്ങൾക്ക് നീ പൊറുത്തു താ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഒരാളെ മുമ്പിലും നീ ഫളീഹത്താക്കല്ല റഹ്മാനെ, ഐബാക്കല്ല അല്ലാഹ്, കുറവാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പാണിയത്തിൽ ഞങ്ങളെ പണിയിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹലാലായ സമ്പത്ത് നീ തരണേ അല്ലാഹ്. കടങ്ങളെ തീർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കടങ്ങളെ നീ തീർത്തു താ റഹ്മാനെ. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് എല്ലാവരോടും വസിയത്ത് പറഞ്ഞ് ഒന്നു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവ فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.